ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസിപ്പി വീഡിയോ ഒന്നുമല്ല, ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ച് എൻ്റെ ചെറിയൊരു പ്ലാന്റ് കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സും ഇങ്ങനെ കാണാം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് പോട്ടും ഉണ്ട്, വൈറ്റ് പോട്ടും ഉണ്ട്. ഈ ബ്ലാക്ക് പോട്ട് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചതാണ് ഞാൻ. വൈറ്റ് കളറാണ് എനിക്കൊന്നും കൂടി ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഫിറ്റോണിയാണ്, ഇത് സ്പൈഡർ പ്ലാന്റും ഫിറ്റോണിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിൻ്റെ കുറേ ഇതിൽ ഞാൻ പോട്ടിൽ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒന്ന് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇവിടെ ഒരു റോസ് ഉണ്ട്, ഒരു വലിയ ടൈപ്പ് സ്നേക്ക് പ്ലാന്റ്. ഇത് മറ്റേ വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ്. ഇത് നമ്മൾ വെള്ളത്തിലൊക്കെ ഇടാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അത്. പിന്നെ ഇവിടെ മുകളിൽ ഉണ്ട്, ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ്. പേരെന്താണെന്ന് സംഭവം എനിക്കറിയില്ല. ഇതൊക്കെ ഇപ്പം അടുത്ത് വെച്ചിട്ടുള്ളൂ, ഇതൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ, ആയിട്ടില്ല, ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇതെന്താ സംഭവിച്ചാൽ നമ്മൾ പൈനാപ്പിളാണ്, പൈനാപ്പിൾ ചട്ടിയിൽ വെച്ചതാണ്. പിന്നെ കറ്റാർവായ അങ്ങനെയൊക്കെയുണ്ട്. ഇത് ഫിറ്റോണിയാണ്. ഫിറ്റോണിയ പല വെറൈറ്റീസും ഉണ്ട്. ഞാനിപ്പോൾ ഒരു വെറൈറ്റി എൻ്റെ അടുത്തുള്ളൂ. പിന്നെ സ്റ്റെപ്പിലും ഇതുപോലെ സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ സ്പൈഡർ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തത്. ഇതിൻ്റെ വൈറ്റ് ആണ് ഞാൻ പറഞ്ഞത്, ഇത് ബ്ലാക്ക് ആണ്. നമ്മൾ നേരത്തെ കണ്ടത് വൈറ്റ് ആണ്. ഇതൊരു എഗ് ഷേപ്പിലുള്ള പോട്ടാണ്. ഇതിൽ മണി പ്ലാന്റ് ആണ് വെച്ചത്, ഇതിൽ സ്നേക്ക് പ്ലാന്റ്. ഈ എഗ് ഷേപ്പിലുള്ള പോട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ, സെറാമിക്കിൻ്റെ ആണ്. ഇത് രണ്ടും, മറ്റേതൊക്കെ നമ്മൾ കണ്ടത് പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ഇത് വെള്ളത്തിൽ വരുന്ന ലക്കി ബാമ്പു ആണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇതുപോലെ ടെസ്റ്റ് ട്യൂബ് പോലെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള വെറൈറ്റി. ഇത് നല്ല ഭംഗിയായിട്ട് കാണാൻ. അതുപോലെ കുറച്ചും കൂടി കളക്ഷൻസ് എൻ്റെ അടുത്തുണ്ട്, അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇതാണ് മണി പ്ലാന്റ്, ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഇതാണ് ഞാൻ പൈനാപ്പിൾ പറഞ്ഞത്, ഇത് പൊട്ടുന്ന ചട്ടിയിലാണ്. അതുപോലെ പിന്നെ ഈ ഒരു പ്ലാന്റ് കണ്ടാൽ ആന്തൂറിയം പോലൊക്കെ തോന്നും, ആന്തൂറിയല്ല. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാനും പറ്റും. ഇവിടെയുണ്ട് ഒരു ഫിറ്റോണിയ. ഇതൊക്കെ സംഭവം ആയി വരുന്നേ ഉള്ളൂ, ഇപ്പം അടുത്ത് വെച്ചതാണ് ഇതൊക്കെ. ഈ സ്പൈഡർ പ്ലാന്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇവിടെ ആലോവേരയുണ്ട്. ഇതൊരു ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു റംബൂട്ടാൻ്റെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ തറവാട്ടിലാണ് ഈ റംബൂട്ടാൻ്റെ മരം ഉള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് റംബൂട്ടാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഇത് ആപ്പിൾ ചാമ്പൊക്കെയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഉറുമാമ്പായത്തിൻ്റെ മരമുണ്ട്, ഇതിൽ ഉറുമാമ്പായം കഴിക്കാറുണ്ട്. നമ്മൾ റംബൂട്ടാൻ്റെ ഇത് കാണിച്ചു തരാം. നമ്മൾ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റംബൂട്ടാൻ സംഭവം കാണിച്ചു തരികയാണ് കേട്ടോ. അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. റംബൂട്ടാൻ ഇതാ നല്ല മുകളിലാണ് കേട്ടോ, ഒരുപാട് റംബൂട്ടാൻ മുകളിൽ കായ്ച്ചിട്ടുണ്ട്. നമുക്ക് മുകളിലായതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര റിസ്ക് ഉണ്ട്.
എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടൈപ്പ് ഓറഞ്ച് ഉണ്ട്. ഇത് നമ്മൾ ചെറുനാരങ്ങൻ്റെ ഒക്കെ വലുപ്പത്തിലാണ്. ചൈന ഓറഞ്ച് അങ്ങനെ എന്തോ ആണ് പറയാറ്. ഇതുകൊണ്ട് ജ്യൂസൊക്കെ അടിക്കാറുണ്ട്. കണ്ടാലൊരു ചെറുനാരങ്ങൻ്റെ ഒക്കെ പോലെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.